നോക്കൂ, ഇന്നലെ മുതൽ ഷഫീന ബീബിക്കെതിരെ വളരെ ഭീകരമായിട്ടുള്ള ഒരു സൈബർ ആക്രമണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തെറ്റാണ് ഷഫീന ബീബി ചെയ്തത്? അങ്ങനെ ഒരു കുട്ടി അങ്ങനെയുള്ള ഒരു വസ്ത്രധാരണം ചെയ്യുമ്പോൾ കേരളത്തിൽ ആരെങ്കിലും ഒരാൾ ചോദിക്കാൻ വേണ്ടേ? മഞ്ജുപിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതുകൂടെ ഊരിട്ടില്ല നിൽക്കാൻ പറ, കാണട്ടെ ആണുങ്ങൾ എന്താണോ. പക്ഷെ ഷഫീന ബീബി അഭിപ്രായം പറയുമ്പോ നിന്റെ മറ്റടുത്ത അഭിപ്രായം അല്ല പറയണ്ട കേട്ടോ. പുന്നാര മോളെ, ഇങ്ങനെയാണോടി അഭിപ്രായം പറയുന്നത്? ആ കൊച്ചി നീ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് എന്നെ കൂട്ടിക്കോ. നീ ഒരു പൊതു ഇടത്തിൽ ഒരു പെൺകുട്ടിയോട് സംസാരിക്കേണ്ട വാക്കുകളാണോ നീ സംസാരിക്കുന്നത്? നീ എന്തടിസ്ഥാനത്തിലാണ് ആ കുട്ടിയെ പറയുന്നത്? നീ പുട്ടി വിട്ടിട്ട് ഈ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നത് നിന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമായിരിക്കാം. അതിനെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ എത്രമേൽ നിനക്ക് സങ്കടമുണ്ടാകും. അത് മഞ്ജു പിള്ളയുടെ മോളായതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിന്ന് ഡ്രസ്സ് ധരിക്കാൻ പാടില്ല എന്നാണോ? അങ്ങനെയാണോ നീ ഉദ്ദേശിച്ചു വരുന്നത്? അല്ല, നീ മഞ്ജു പിള്ളയുടെ പേരാദ്യം പരാമർശിച്ചുകൊണ്ട് പറഞ്ഞാണ്. നാണം ഉണ്ടോടി ചെറ്റെ നിനക്ക് ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് ചെറ്റ വർത്താനം പറയാൻ? എല്ലാവരും നിന്റെ ഭർത്താവിനെ പോലെയാണെന്ന് വിചാരിച്ചോ? നീ ബസ്സിനകത്ത് പോയി നിൽക്കുന്ന എല്ലാവരും കടിപ്പ് മൂത്തിട്ട് ബസ്സിനകത്ത് പോയി നിൽക്കുന്നതാണെന്ന് നീ വിചാരിച്ചോ? എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്ന് വിചാരിച്ചോ? നീ ഇപ്പൊ പറഞ്ഞു വസ്ത്രധാരണം കണ്ടിട്ടാണ് പീഡിപ്പിക്കാൻ തോന്നുന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ 13 വയസ്സുള്ള 3 വയസ്സുള്ള 4 വയസ്സുള്ള ഈ അംഗൻവാടി കുട്ടികളെ അടക്കം എങ്ങനെയാണ് ഒരാൾക്ക് പീഡിപ്പിക്കാൻ തോന്നുന്നത്? അവരുടെ വസ്ത്രധാരണം കണ്ടിട്ടോ? അതിനിടയിൽ നീ വന്ന് നിന്റെ കുത്തിക്കടപ്പ് കാണിക്കല്ലേ ശുനകപുത്രി. നിനക്ക് ഈ ഇന്ത്യയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നൽകുന്നത് പോലെ തന്നെ ആ കുട്ടിക്ക് വസ്ത്ര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും നൽകുന്നുണ്ട്. ഏതൊക്കെ രീതിയിൽ നമുക്ക് വിമർശിക്കാം. ഒരു കുട്ടിയെ പൊതു ഇടത്തിൽ ഇത്രയേറെ അപമാനിച്ചുകൊണ്ടാണോ വിമർശിക്കുന്നത്? ഇങ്ങനെയാണ് വിമർശനം? ആരോഗ്യപരമാവേണ്ട വിമർശനം. നീ ഇപ്പൊ ചെയ്തെന്താണ്? വിമർശനമാണോ? അല്ല, നീ ചെയ്തത് അസൽ പോക്കൃത്തരം, ചെറ്റത്തരം. നീ ഇപ്പൊ പറഞ്ഞു വളരെ വൃത്തികെട്ട വൾഗറായിട്ടുള്ള ഡ്രസ്സാണ് ആ കുട്ടി ധരിച്ചതെന്ന്. അതിനേക്കാൾ എത്ര വൾഗാരിറ്റി ഉണ്ട് നിന്റെ സംസാരത്തിൽ നിന്ന് നീ മനസ്സിലാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ നീ നിന്റെ ഈ വീഡിയോ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്ക്. കുറയ്ക്ക്, നീ നന്നായിട്ട് കുറയ്ക്ക്. നിന്റെ കുറയ്ക്കുള്ള ഓരോ ഏറും കേരളക്കാർ ഇന്ന് തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിർത്തിക്കോ. ഒരമ്മയുടെ വിഷമം നീ മനസ്സിലാക്കണം. മഞ്ജു പിള്ള എന്ന് പറയുന്ന ആ അമ്മ ഇത് കേട്ട് കഴിഞ്ഞാൽ, ആ കുട്ടി ഇത് കേട്ട് കഴിഞ്ഞാൽ എത്രമേൽ സങ്കടമുണ്ടാകും. ഷഫീനവും ബീബി നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിരാജിച്ചു പോകുന്ന നിന്നെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ടാവും. കാരണം എന്താണെന്നറിയോ? നിനക്ക് വേണ്ടതും ഒരു 50% നാട്ടുകാർക്കും വേണ്ടതും കുൽസിതങ്ങളും ഈ നുണപറച്ചിലും ഒക്കെയാ. അത് നീ വളരെ ഭംഗിയായിട്ട് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ കാണുന്ന മറ്റു പ്രേക്ഷകർക്കും ഇതേപോലെ ആ കുട്ടിയുടെ ഡ്രസ്സ് ഇഷ്ടമല്ലാതെ വരാം എന്ന് വെച്ച് ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് ഒരുങ്ങി ഇറങ്ങുന്നത് ബസ്സിനകത്ത് പോയിട്ട് ആണുങ്ങൾക്ക് പിടിക്കാൻ കൊടുക്കാനാന്ന് പറഞ്ഞാൽ നീ അതിനെക്കുറിച്ച് എന്തായിരിക്കും പ്രതികരിക്കുന്നത്? ഇനിയല്ല, നീ മുട്ടിയൊരുമി നിൽക്കാനാ പോകുന്നെന്ന് പറഞ്ഞാൽ നീ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്? മഞ്ജു പിള്ളയെ പോലെ തന്നെ മഞ്ജു പിള്ളയുടെ മോളും കേട്ടോ. ആള് സ്ട്രോങ്ങാ, സ്റ്റബോണാ. അതുകൊണ്ട് നിന്റെ ഈ വെകിളിത്തരത്തിനും ചെറ്റത്തരത്തിനും ഒന്നും അവര് കൈവക്കാൻ വരൂല കേട്ടോടി. നാണമില്ലാത്തവളെ, പരനാറി ചെറ്റ. ഹലോ ഗായ്സ്, നമ്മുടെ സോഷ്യൽ മീഡിയ പുഴുക്കുത്ത് എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. അപ്പം നാം ആദ്യം ഒരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ കാണിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിൻ്റെ ഇടയിൽ നമ്മൾ ഊക്കി എയർലോട്ട് കയറ്റി വിട്ട് സൗരയൂഥവും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്തോട്ട് പോയൊരു സാമാനമുണ്ട്. അത് പുഴുക്കുത്ത് ബീവി. അപ്പോൾ പുഴുക്കുത്ത് ബീവിയുടെ വീഡിയോ ഞാൻ ആദ്യം പ്ലേ ചെയ്യാം. അത് കാണിച്ചിട്ട് നമ്മുടെ സൊസൈറ്റിയിലുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ഈ ഒരു പുഴുക്കുത്തിനെ അവരെങ്ങനെ കാണുന്നു എന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു നീണ്ട ട്രോളാണ്. ചിരിക്കാൻ കെൽപ്പുള്ളവർ മാത്രം എൻ്റെ വീഡിയോ കാണുക, സ്കിപ്പ് അടിക്കാതെ കാണണം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ പുഴുക്കുത്തിനെ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ കാണിക്കുന്നു. ഈ പുഴുക്കുത്തിൻ്റെ മുഖം ബ്ലറാക്കും, സൗണ്ട് മോഡുലേഷൻ ഞാൻ മാറ്റും. പക്ഷേ പുഴുക്കുത്തിനെ നിങ്ങൾക്ക് കണ്ടറിയാലോ, തൂണിലും തുരുമ്പിലും നമ്മൾ തിരിച്ചറിയണം ഈ പുഴുക്കുത്തിൻ്റെ വീഡിയോ ഞാൻ കാണിക്കാം. ഓക്കെ ഗൈസ്, കണ്ട് ആനന്ദിക്കുമെന്ന് പറയുന്നില്ല, കണ്ടിട്ട് മാറിയിരുന്ന് ഛർദ്ദിക്കും. വേണ്ട കാര്യമില്ല. സ്വന്തം ശരീരത്തെ മെറ്റീരിയലൈസ് ചെയ്തുകൊണ്ട് പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്കില്ലാത്ത ഷെയിം അത് പറയുന്ന എനിക്കുണ്ടാകണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കേണ്ട, ഉണ്ടാവൂല. ഭാഷ അത് മോശമായി പോയി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. 4ഓളം വീഡിയോ ഞാൻ അതിനെടുത്തിട്ട് ഒരെണ്ണത്തിലുള്ള ഭാഷ പ്രശ്നം കൊണ്ട് നിങ്ങൾ ബാക്കി 3 വീഡിയോയിലും ഞാൻ പറഞ്ഞ ടോപ്പിക്കുകൾ അതിന്റെ ഡെപ്ത് അത് മനസ്സിലാക്കാതെ കണസാ പുണസാ പറഞ്ഞ് അതെടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയില്ല. പിന്നെ ഒരു മുട്ടയുണ്ട്. മുട്ടയ്ക്ക് എപ്പം നോക്കിയാലും ഫെമിനിസം പറച്ചിലും മോഡേൺ പുരോഗമന ചിന്താധാര പറച്ചിലും ഒക്കെയാണ്. കൊണയടിക്കുന്നവൻ നല്ലതായിട്ടിരുന്ന് എന്റെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി. എന്റെ ഡിഗ്രിയുടെ കഥയും ഞാൻ സൈക്കിൾ ചവിട്ടിയ കഥയും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഏകദേശം എന്റെ വീഡിയോ അതൊക്കെ ഞാൻ ലൈവിലൊക്കെയാണ് കൂടുതൽ അതൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇരുന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അവൻ നന്നായിട്ട് എന്നെ കാണുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയുമോ? അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. അവര് പറയുന്ന ഫെമിനിസം തുറന്നു കാണിക്കുക എന്നുള്ള ഫെമിനിസമാണ്. എന്റെ ഫെമിനിസം ഈക്വാലിസമാണ്. ഞാനൊരു സ്ത്രീയാണ്, മെറ്റീരിയൽ അല്ല.
എല്ലാവർക്കും ഉപയോഗിക്കാനും എല്ലാവർക്കും ആ തോട്ടോടു കൂടി കാണാനുമുള്ള ഒരു വ്യക്തിയല്ല ഞാനൊരു വ്യക്തിയാണ്. ആരെ പോലെ? ഇന്ദിരാഗാന്ധിയെ പോലെ, ആരെ പോലെ? ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപതിയെ പോലെ, ആരെ പോലെ? ഫാത്തിമ ബീവിയെ പോലെ, സാവിത്രി പിള്ളയെ പോലെ, പാർവതി അന്തർജനത്തിനെ പോലെ. അങ്ങനെ ഒരു സ്ത്രീയാണ് ഞാൻ. എനിക്ക് അങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹം. അല്ലാതെ ഈ പറയുന്ന ചവറുപറകികളെ പോലെ അരയും കുറയും ഇട്ടിട്ട് വിദേശത്ത് നിന്ന് പഠിച്ച സർട്ടിഫിക്കറ്റും വെച്ചിട്ട് നാട്ടിൽ ഇതുപോലത്തെ തോന്നിവാസങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു പെണ്ണാവാൻ എനിക്ക് താല്പര്യമില്ല. സോ ദേർ മൈ പോയിന്റ്. ഒതുങ്ങാൻ ഒരു ഉദ്ദേശവും ഇല്ല, അടങ്ങൂല. ബിക്കോസ് യൂട്യൂബ് ഇല്ലെങ്കിൽ ഭവതി പട്ടണിയാണ്. കഞ്ഞി കുടിക്കണമെങ്കിൽ യൂട്യൂബ് വേണം, ഇല്ലെങ്കിൽ സത്തുപോകും. 10 പൈസ എടുക്കാനില്ല കയ്യില്, ഊംഫിത്തരം മാത്രമേ കയ്യിലുള്ളൂ. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? യൂട്യൂബിൽ തന്നെ നിലനിൽക്കണം. അപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാമിലെ കുറേ ചുണക്കുട്ടികൾ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ജെൻസി പിള്ളേരൊക്കെ ജെമ്മാണ്. നമ്മുടെ മക്കളുടെയൊക്കെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ പഴയ ജനറേഷൻ മാറി നിൽക്കും. ഞാൻ ഏറ്റവും നല്ല ജനറേഷൻ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് 90s ആണ്. കാര്യം 90s എന്ന് പറഞ്ഞാൽ നമ്മൾ വികസനത്തിൻ്റെ ഒപ്പം കാലത്തിൻ്റെതായ കാലാനുസൃതമായ മാറ്റത്തിനൊപ്പം വളർന്നവരാണ് നമ്മളെ 90s എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ 90s കിഡ്സ് ആണ് ഏറ്റവും നല്ല ജനറേഷൻ എന്ന് വിചാരിച്ച സ്ഥലത്ത് നമ്മുടെ 2K കുട്ടികൾ, 2K മീൻസ് ജെൻസി പിള്ളേർ, അവർ 90s പോലെ തന്നെ ഒരു പടി അവരെക്കാൾ മുകളിൽ മെച്ചപ്പെട്ട കുട്ടികളാണ് നമ്മളെ ജെൻസി കുട്ടികൾ. അപ്പോൾ അവർ കൊടുത്ത കുറച്ച് മറുപടി ജെൻസി പിള്ളേർ മാത്രമല്ല മില്ലേനിയൽസും എല്ലാവരും കൂടെ ചേർന്നിട്ട് തള്ളെ ഊക്കി എയറിലോട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചിരിക്കണം, ചിരിച്ച് മറിയണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ബോയ്സിൻ്റെ ഭാഗത്തുള്ള റിയാക്ഷനാണ് നമ്മൾ നോക്കാനുള്ളത്. കാര്യം ദയാസുജിത്തിൻ്റെ ദയാസുജിത്ത് എന്നുള്ളൊരു പെൺകുട്ടിയുടെ ഡ്രസ്സിങ്ങിനെയാണല്ലോ ഇവർ വിമർശിച്ചത്. അപ്പോൾ നമ്മൾ നോക്കാനുള്ളത് ഫസ്റ്റ് ബോയ്സിൻ്റെ അഭിപ്രായമാണ്. കാരണം ആൺകുട്ടികൾ ഇതിൽ സ്ത്രീകളെക്കാൾ അഭിപ്രായം പറയുന്നതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. കാര്യം നമ്മൾ ഇതിൽ എന്തെങ്കിലും അസ്വസ്ഥത വരേണ്ടത് അവർക്കാണ്. അപ്പം അവരുടെ അഭിപ്രായം നമ്മൾ ആദ്യം നോക്കിയിട്ട് ബാക്കി പടിപടിയായിട്ട് എണ്ണാറ്റ ലിസ്റ്റുണ്ട് തള്ളക്കി കൊടുത്തത്. അപ്പം നമുക്ക് ആദ്യം ഒരു പയ്യൻ പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഷഫീന തള്ളച്ചേ കുറെ പറയാനുണ്ട്. സോ ഗെറ്റ് റെഡി. തള്ളച്ചേ ഇത്രയും പ്രായമായിട്ട് ഇത്രയും വിവരമില്ലാത്ത വളിപ്പിരുന്ന് പറഞ്ഞു നാണല്ലേ. ഐ ആം ജെന്യുവൻലി pissed off about the fact that she is so much older than all of us, and yet ഈ ഒരു മെന്റാലിറ്റി വെച്ചിട്ടാണ് എല്ലാവരും കുഴപ്പമുണ്ടാവുക. Like, if you're going with this mentality, then we are not going to get anywhere at all. Tallachche is absolutely going against someone and then defaming them in the most horrible way possible. Bro, and she's going over the fact that she's literally slut-shaming the Chechi. What the Ooh, I'm just concerned about the fact that how they look in society, and I'm just here to protect them. Yendonu, you are literally normalizing the fact that it is okay to think like that, and it is okay to live in that culture. I don't understand who literally talks in that sense, man. And if you're so concerned about someone else's daughter, then just please be concerned about your own daughter, because ഇത്രയും പൊട്ടത്തിരൊക്കെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടല്ലോ. ഞാൻ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഈ ചെറുക്കൻ്റെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി തന്നെ ഞാൻ റിപ്പീറ്റ് അടിച്ച് കണ്ട ഈ വീഡിയോ. ആ ചെറുക്കൻ പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഷഫീന ബേബി തള്ളച്ചി ആ തള്ളച്ചി വിളി. ഓ എൻ്റെ മുന്നേ സാറ്റിസ്ഫാക്ഷൻ നമ്മളെ പീക്ക് ലെവൽ എന്നൊക്കെ പറയൂലേ. ചക്കര മുത്താണ് മോനെ നിന്നെ പോലെയുള്ള കുട്ടികളെ നമുക്ക് സമൂഹത്തിന് ആവശ്യം, അല്ലാതെ ഈ പുഴുക്കുത്ത് ജന്തുവിനെയല്ല നമുക്ക് വേണ്ടത്. എന്തായാലും ചെറുക്കൻ്റെ റിയാക്ഷൻ കണ്ടു. ഇനി അടുത്തത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളാണ്. വാർത്താ പെണ്ണെന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അതിലൊരു പെൺകുട്ടി നല്ല മനോഹരമായിട്ട് തള്ള എയറിൽ ഊക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നമുക്ക് ബാക്കി അടുത്ത വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ട് വരാം. രേണുസുധിയുടെ നെഞ്ചത്തിരുന്ന് ചോര വലിച്ചു കുടിച്ചുകൊണ്ടിരുന്ന സഫീന ബീവി എന്ന വുമൺ ആക്ടിവിസ്റ്റ് ഇപ്പോ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റോടുകൂടി കുറച്ച് ജെൻസി റീച്ച് കിട്ടാൻ വേണ്ടി നേരെ ചാടിയത് മഞ്ജു ചേച്ചിയുടെ മകൾ ദയാസുജിത്തിന്റെ നെഞ്ചത്തേക്കാണ്. ഏകദേശം 3 വർഷം മുമ്പ്, അതായത് 2023 ദയാസുജിത്ത് നടത്തിയ ഒരു ഫാഷൻ ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോസ് ആണ് ഈ സഫീന ബീവിയുടെ സദാചാരത്തെ വല്ലാതങ്ങ് ഉണർത്തിയത്. അത്രയും കോൺഫിഡൻസോടുകൂടി അതിമനോഹരമായി ബോൾഡായി ചെയ്ത ഒരു ഫാഷൻ ഫോട്ടോഷൂട്ടിനെയാണ് ചേച്ചി ഇത്രയും വൃത്തികെട്ട രീതിയിൽ സ്ലട്ട് ഷേമിങ്ങും അതുപോലെ തന്നെ അസോൾട്ടും ഒക്കെ നടത്തിവിട്ടിരിക്കുന്നത്. കുരയ്ക്കുന്ന പട്ടി കഴിക്കില്ല എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് മഞ്ജു പിള്ളയോ ദയോ ഈ അനാവശ്യ കുരയ്ക്ക് ഒരു വിലയും ഇതുവരെ കൊടുത്തിട്ടില്ല. പക്ഷേ കുരയ്ക്കുന്ന പട്ടികളിൽ ചിലത് പേപ്പട്ടിയാകാനുള്ള ലക്ഷണം കാണിച്ചാൽ നാട്ടുകാരടങ്ങിയിരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രബുദ്ധരായ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇപ്പോൾ ബീവിയെ നിലം തൊടിയിക്കാതെ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ കുറച്ചെങ്കിലും അറിയപ്പെടുന്ന ആളുകളെ പിടിച്ച് അവരുടെ വസ്ത്രധാരണത്തെ ജഡ്ജ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ പേഴ്സണൽ കാര്യങ്ങളെ എടുത്ത് അലക്കി വൾഗറായിട്ട് സംസാരിച്ച് വായിൽ തോന്നുന്ന കൊടും വിഷം വിതറിയാണ് ഇവർ റീച്ച്
വലിച്ചുണ്ടാക്കുന്നത്. അല്ല ചേച്ചി, ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഫാഷൻ ഷൂട്ടിൽ ഒരു പെൺകുട്ടിയുടെ വസ്ത്രത്തെയും അവളുടെ ശരീരത്തെയും ഒക്കെ വെച്ച് നിങ്ങൾ എന്തിനാണ് ഈ ബസ്സിലെ കഥകളൊക്കെ വിളിച്ചു പറയുന്നത്? ഒരു പെൺകുട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് സ്ലട്ട് ഷേമിംഗ് നടത്തിക്കൊണ്ട് ബസ്സിൽ കയറി സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഈ ഞരമ്പന്മാരെ ന്യായീകരിക്കാൻ ഒരു സ്ത്രീയായി നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സ് വന്നത്? ഇത്തരത്തിൽ സ്ത്രീകളെ അസോൾട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ബയോയിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വുമൺ റൈറ്റ് ആക്ടിവിസ്റ്റ് എന്നാണ്. ഏത് വുമന്റെ ഏത് റൈറ്റിന്റെ ആക്ടിവിസമാണ് നിങ്ങൾ ചെയ്തത്? നിങ്ങൾ ശരിക്കും പറഞ്ഞ കണ്ട കാമപ്രാന്തന്മാരുടെയും അതുപോലെ തന്നെ ഞരമ്പന്മാരുടെയും ഒക്കെ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ്. എനിക്കറിയാവുന്ന മാന്യമായി ജീവിക്കുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള പുരുഷന്മാർ ആരും നാട്ടിലെ പെണ്ണുങ്ങളുടെ വസ്ത്രധാരണം നോക്കി അവരെ പിച്ചാനും മാന്താനും തേക്കാനും ഞെരടാനും ഒന്നും നടക്കുന്നവരല്ല. ഇനി നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആണുങ്ങൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ ചേച്ചി അവരെ നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്നവരായിരിക്കും. അവരോട് ചെന്നിട്ട് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു കൊടുക്കണം. നീ പോയി മാന്താനും ഞെരടാനും ഒന്നും നിൽക്കരുത്. ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം ഇവിടെ സ്ത്രീകൾക്ക് വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള കാര്യം. അല്ലാതെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഒരു പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ വിത്തൗട്ട് കോൺസെന്റ് അവളുടെ ദേഹത്ത് തൊടാൻ ഒരുത്തിനും അവകാശമില്ലെന്നുള്ള കാര്യം സ്വന്തം വീട്ടുകാരെയും ഈ പേഴ്സണലായിട്ട് അറിയാവുന്ന ഞരമ്പന്മാരെയൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അവരവരുടെ കാര്യം പറഞ്ഞേച്ചും പോയി അത് അവർക്ക് പറയാനുള്ള അവകാശമുണ്ട്. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് അതൊക്കെ എന്ന് പറയുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇങ്ങനെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവരെ പരസ്യമായി അപകീർത്തിപ്പെടുത്താനും ബോഡി ഷെയിം ചെയ്യാനുമുള്ള ലൈസൻസ് ആണെന്ന് വിചാരിക്കരുത്. കാരണം ഇത്തരം അസോൾട്ടുകൾക്കും ഡീഫെമേഷനുകൾക്കും ഇന്ത്യൻ ഭരണഘടനയിൽ വേറെ നല്ല ഒന്നാന്തരം വകുപ്പുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള മറുപടി. ഇതും അവരുടെ തലയിൽ കയറുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ തലയിൽ കയറിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ആദ്യത്തെ വീഡിയോയിൽ വന്നിരുന്ന കൊണ വെച്ചത്. അത് ഫാഷൻ ആണെന്ന് പറഞ്ഞിട്ട് പോലും അംഗീകരിക്കുന്നില്ല. ആ കുട്ടി ഫാഷൻ ടെക്നോളജിയാണ് പഠിച്ചത്. ഈ ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയ യൂട്യൂബൊക്കെ വെറുതെ ഒരു ഇതും ഇല്ലാതെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടും അല്ലാതെ ലൈവുകൾ ഇട്ടിട്ടും കുട്ടികളൊന്ന് സ്ക്രോൾ ചെയ്യുന്ന രീതിയിൽ അനാവശ്യം കാണിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെന്നും തള്ളച്ചിക്കൊന്നും പറയാൻ വയ്യ. ഒരു ഫാഷൻ ഡിസൈനർ ആയിട്ടുള്ള ഫാഷൻ ടെക്നോളജി പഠിച്ച ഒരു മോഡലായിട്ടുള്ള പെൺകുട്ടിയുടെ നെഞ്ചത്തോട്ട് കയറുകയാണ്. എന്തോ ചെയ്യണമെന്ന് പറയാൻ ജനറേഷൻ ഗ്യാപ്പിന്റെ കുഴപ്പമുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ക്രിമികടിയുടെ അസ്ഥിതയുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ പിന്നെ എന്തുവാ? ഇനി അടുത്തത് നമുക്ക് ഈ അടുത്തിടെ പോലീസുകാർ വണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് കണ്ടം വഴി ഓടിയ നമ്മുടെ പാട്ടക്കുഞ്ഞ് പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പോൾ പാട്ടയുടെ വീഡിയോ ആദ്യം നമുക്ക് കണ്ടിട്ട് വരാം. കണ്ടിട്ട് എൻ്റെ അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം. ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യുന്നത് ഷെഫീന ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീ, പിന്നെ നമ്മുടെ മഞ്ജു പിള്ള അവരുടെ മകളായിട്ടുള്ള ദയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേഴ്സൺ, ആളുടെ പ്രൊഫൈൽ ഇട്ടിട്ടുള്ള കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫോട്ടോസ് ഇട്ടതിനെ കുറിച്ച് ഈ ഷെഫീന ബീവി എന്ന് പറയുന്ന ആൾ പറയാണ്. പിന്നെ അതിന് ഇതുപോലുള്ള ബോൾഡ് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അവരൊന്ന് കയറി പിടിക്കണം, എന്നെ ഒന്ന് പിടിക്കും എന്നൊക്കെ അങ്ങനെ ചിന്താഗതിയുമായിട്ടാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് എന്താ തോന്നുന്നത് അറിയോ? നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. നിങ്ങൾ ചിലപ്പോൾ പുറത്തിറങ്ങുന്നതൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും പിടിക്കണം, എന്നെ ആരെങ്കിലും തൊട്ടിരുന്നെങ്കിൽ തലോടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടില്ല നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ഫാദറോ അങ്ങനെ ആരെങ്കിലും ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് കേട്ടുണ്ടാവും. എനിക്ക് അവിടെ ആ പെൺകുട്ടി ഇന്ന ഡ്രസ് ഇട്ട് കാണുമ്പോൾ എനിക്ക് പീഡിപ്പിക്കാൻ തോന്നുന്നു, എനിക്ക് റേപ്പ് ചെയ്യാൻ തോന്നുന്നു, കയറി പിടിക്കാൻ തോന്നുന്നു, നിങ്ങളുടെ അച്ഛനെയോ നിങ്ങളുടെ മകനെയോ നിങ്ങൾ പറയുന്നത് കേട്ടുണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് എന്തൊരു കാരണം ഈ പറഞ്ഞ റേപ്പിന് കാരണം എന്നുള്ളത്. പക്ഷേ ഷെഫീന ബീവി മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളുടെ കുടുംബക്കാരെ പോലെയല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മകനെ പോലെ നിങ്ങളുടെ അച്ഛനെ പോലെയല്ല. അല്ലാത്ത ആൾക്കാരുണ്ട്. ഈ 3 വയസ്സുള്ള 3 മാസം പ്രായമുള്ള 90 വയസ്സുള്ള ആൾക്കാരൊക്കെ പീഡിപ്പിക്കുന്നത് അവരുടെ ഡ്രസ് കൊണ്ടാണോ? ഒരാൾ ബോൾഡ് ആയിട്ട് കുറച്ച് ഫോട്ടോസോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ കാമമൂത്ത് നിങ്ങൾ പിടിക്കുന്നതാണെന്നല്ല. പിന്നെ അത് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആൾക്കാർ തലക്ക് അഗേൻസ്റ്റ് വന്നപ്പോൾ അത് ന്യായീകരണം വന്നു വെച്ചാൽ തലക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ളത് ശരിയാണ്. നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അധികാരം ആ കുട്ടിക്കുണ്ട്. ആ കുട്ടി ജീവിക്കുന്ന ഇന്ത്യയിലാണ്. ഒരു ഇന്ത്യൻ പൗരിയാണ് കുട്ടി. അവൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞിട്ട് ഇതാളെ എനിക്ക് തോന്നുന്നു ഇവരുടെ അമ്മയെ നിങ്ങളൊരു അമ്മയാണോ? ആണ്. പിന്നെ ഒരു അമ്മയുടെ ദൗത്യം എന്താണ്? അമ്മയുടെ ദൗത്യം അക്കോർഡിംഗ് ടു യു ഷെഫീന ബീവി എന്താണ് അമ്മയുടെ ദൗത്യം? മക്കളുടെ ഇഷ്ടങ്ങൾക്ക് വിടാതെ അവരെ പിടിച്ചു വെച്ചിട്ട് സമൂഹത്തിലുള്ള കഴുകൻ കണ്ണുകളെയൊക്കെ പേടിച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ അമ്മയുടെ ദൗത്യം? അല്ല. അവരുടെ ശരീരത്തിന് ഇണങ്ങി എന്ന് തോന്നുന്നത് എനിക്ക് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്ന ഡ്രസ് ഇപ്പൊ ഞാൻ അമ്മയാണ്, ഞാൻ മകളോട് പറഞ്ഞു നിനക്ക് കംഫർട്ടബിൾ ആണോ? ബാക്കിയുള്ളവർ എന്ന് പറയുന്നു, ബാക്കിയുള്ളവർ സക്ഷേമിങ് ചെയ്യുന്നു, അത് അവരുടെ കുഴപ്പമില്ല, നമ്മുടെ കുഴപ്പമില്ല. തെറ്റ് ഞാൻ അമ്മയാണെന്ന് തെറ്റാണ്. എന്താണ് തെറ്റ് എന്താണ് ശരി എന്ന് പറഞ്ഞു കൊടുക്കുക അല്ലാതെ നാട്ടുകാരെ മൊത്തം അനുസരിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള തെറ്റുകളുടെ വർത്താനം കേട്ട് സൈഡ് ആവാനോ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കില്ല. എനിക്കൊന്നും അങ്ങനെയുള്ള അമ്മയാണ് ഈ പറയുന്ന മഞ്ജു പിള്ള എന്ന് പറഞ്ഞു. ഇതൊന്നും കൊണ്ട് ദയനോട് കൂടിയിട്ടാണ് വൈകി പോകുന്ന പേപ്പട്ടികൾ കുറയ്ക്കും. മനസ്സിലായില്ലേ? അവർക്ക് നല്ലൊരു ജീവിതമില്ല. ദയ മനസ്സിലാക്കുന്ന ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫീന ബീവി പറയുന്ന ആൾക്ക് നല്ല ലൈഫില്ല. അതുകൊണ്ടാണ് അതിന്റെ ക്രിമിനലിറ്റിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യു ഗോ ഗേൾ ഫോട്ടോസും ഒക്കെ അടിപൊളിയാണ്, നിങ്ങളുടെ ഇഷ്ടമാണ് എന്ത് ധരിക്കണം എന്നുള്ളത്, എങ്ങനെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. കുറേ പേര് മെസ്സേജ് അയച്ചിട്ടും കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെഫീന ബീവിക്കെതിരെ കേസ് കൊടുക്കും. അതിനൊന്നും കിട്ടുന്ന കാര്യമില്ല കേട്ടോ. ഇവർക്കൊന്നും വേണ്ടി നിങ്ങൾ സമയങ്ങളുടെ ആവശ്യമേ ഇല്ല. കാരണം കേസ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് പിന്നാലെ നടക്കണം. ഈ നാട്ടിൽ മൊത്തം ഷെഫീന ബീവിനെ ഊക്കലിന്റെ അങ്ങ് പീക്ക് ലെവൽ വരെ കിട്ടിക്കഴിഞ്ഞു ഈ 4 ദിവസം കൊണ്ട്. മതി, അത് മതി. കേസ് പോയി നിങ്ങൾ സമയം പോകുന്നില്ല, ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ ഷെഫീന ബീവിന്റെ ഒരു കാര്യമാണ് ആലോചിക്കുന്നത്. നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട്. ഇല്ലാന്ന് ഞാൻ പറയുന്നത് പല കാര്യങ്ങളോട് യോജിപ്പുള്ള വ്യക്തിയാണ്. പക്ഷേ ഇതിനോട് നിങ്ങൾ തലകുത്തി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഈ ഹെൽനോസ് പാട്ട പറഞ്ഞു ഷെഫീനത്താടെ പല കാര്യങ്ങളിലും അവളെ ഇത്താന്ന് വിളിക്കുന്ന വാ കൊണ്ടുപോയി ആദ്യം ക്ലോസറ്റ് കഴുകുന്ന ബ്രഷ് വെച്ച് കഴുകണം. കാര്യം അതിനേക്കാൾ മാലിന്യമാണ് അവളെ തലയ്ക്കകത്ത്. അപ്പം അവളെ ഇത്താന്ന് വിളിക്കുന്നത് നാക്ക് പുഴുക്കും. അതാണ് ഇവളുടെ കയ്യിരിപ്പ്. അപ്പോൾ ഷെഫീന ബീവിയുടെ പല കാര്യങ്ങളുമായിട്ടും എനിക്ക് യോജിപ്പുണ്ട്. എന്ത് കാര്യത്തിനാണ്? രണ്ടുപേരും വെള്ളാടിക്കാരാണല്ലേ. കള്ളു കുടിക്കുന്ന കാര്യത്തിലായിരിക്കും യോജിപ്പുള്ളത്. ഈ തള്ളയുടെ ഏത് കാര്യമാണ് യോജിക്കാൻ പറ്റുന്നത്? കുറേ വിവരക്കേട് വിളിച്ചു പറയുന്നതും യോജിക്കാൻ പറ്റുന്നുണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ ഫൈനലിൽ പറഞ്ഞു മഞ്ജു പിള്ള കേസ് കൊടുക്കരുതെന്ന്. സി മിസ്റ്റർ പാട്ട, സോറി സി മിസ്സിസ് പാട്ട, എന്തെങ്കിലും ആയിക്കൊണ്ടോട്ടെ.
പാട്ടക്കുഞ്ഞെ, മഞ്ജു പിള്ള കേസ് കൊടുക്കണമെന്ന് പൊതുജനം പറയാൻ കാരണം സെലിബ്രിറ്റിയായ ഒരാളുടെ മകൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു സാധാരണക്കാരന്റെ മകൾ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടാൽ ഈ പാട്ടവറക്കി തള്ള ഏത് രീതിയിൽ പറയും? ആ ഒരു നമ്മുടെയൊക്കെ മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാനും ഈ പാട്ടവറക്കിയുടെ ഒപ്പീനിയൻ വേണോ എന്നുള്ള ഒരു നമ്മുടെയൊക്കെ മക്കളെ ഇനി ഇവൾ ഏത് ലെവലിലാണ് പറയുന്നത്. അപ്പം മഞ്ജു പിള്ളയുടെ മകൾക്ക്, ഇത്രയും വലിയൊരു സെലിബ്രിറ്റി ആയ ഒരു ആളിന്റെ മകൾക്ക് ഈ തള്ളെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളൊന്നും വിചാരിച്ചാൽ ഇവരുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റൂല. ഈ സ്ത്രീയുടെ ചാനൽ നമുക്ക് ആവശ്യമുണ്ട്. ഒരു പ്രയോജനമില്ലാത്തൊരു ചാനലാണ്. ഇവരെ പിടിച്ച് കയ്യാമം വെച്ച് അകത്തിടണമെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഗോവിന്ദചാമിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. പക്ഷേ ഈ സ്ത്രീയുടെ ചാനൽ പോകണം, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ കേസിന്റെ പുറകെ പോകരുത്. കേസ് കൊടുക്കുന്നത് ഇവരെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് അകത്തിട്ട് ഇവർക്ക് ചപ്പാത്തി ചിക്കനും കൊടുക്കാനല്ല. എങ്കിൽ തള്ള അതാണ് നല്ലതെന്ന് വെച്ച് ജയിലിൽ പോയി കിടക്കും. 3 നേരം ചുമ്മാരും തിന്നാമല്ലോ. അവിടെ തള്ളയ്ക്ക് കാല് വയ്യെന്നും പറഞ്ഞ് ജോലിയും ചെയ്യിക്കില്ല. അതൊരു എളുപ്പമാക്കി എടുക്കും. ഇവരെ അകത്തിടാനല്ല പറയുന്നത്. ഇവരുടെ ആ ഒരു പുഴുക്കുത്ത് ചാനലില്ലേ, അത് പോകണം. അത് പോവാനാണ് കേസ് കൊടുക്കാൻ പറയുന്നത്. ഇത് മെറ്റയെ അറിയിച്ച് അല്ലെങ്കിൽ ഗൂഗിളിനെ അറിയിച്ചിട്ട് ഇവർ വിസർജ്യമാണ് വാ വഴി വിളമ്പുന്നത്, മറ്റുള്ളവർക്ക് ഒരു പ്രയോജനം ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയ ചാനൽ കളയാനാണ് പറയുന്നത്. അല്ലാതെ ഇവരെ പിടിച്ചകത്തിട്ടിട്ട് എന്ത് ചെയ്യാൻ? ജയിലിൽ പോയിട്ട് കായം കലക്കാനോ? അവിടെ പോയിട്ട് ഇനി പറയും ജയിൽവാസികളെല്ലാം കൂടെ എന്തെങ്കിലും ചെയ്തെന്ന് പറയും. കാര്യം വെറുതെ വഴിയെ പോണ ബിഷപ്പ് വരെ കയറി പിടിച്ചെന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടിട്ട് അടുത്തൊരു അൾട്ടിമേറ്റ് ഊക്ക് കണ്ടിട്ട് ബാക്കി സംസാരിക്കും. ഈ തള്ളച്ചിയുടെ വീട്ടിലുള്ള ആണുങ്ങൾക്ക് ആരൊക്കെ ഈ ഫോട്ടോ കണ്ട് എന്തോ കളയുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഇമാതിരി വൃത്തിയുടെ ചിന്തയുള്ള ഒരു സ്ത്രീ 5-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത ഒരു ബീവിച്ച് ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം ഇവർക്ക് 2 പൊട്ടിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു പെണ്ണുങ്ങൾ ഈ ലോകത്തിലാണ്. സത്യം. പിന്നെ ആ കൊച്ചിന്റെ ആ ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള തന്തയ്ക്കോ അല്ലെങ്കിൽ സഹോദരനോ അല്ലെങ്കിൽ നിങ്ങളുടെ മോനോ ഇളവിയിട്ടുണ്ടെങ്കിൽ അവരെയാണ് ആദ്യം കൊണ്ട് ചികിത്സിക്കാവുന്നത്. നിങ്ങളെ ഇതൊരു ഹസ്ബൻഡും വൈഫും കൂടെ കൊടുത്ത മറുപടിയാണ്. തള്ളെ എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? ഊക്ക് കിട്ടാൻ വേണ്ടി മാത്രം ഒരു ജന്മം. ഷെഫീന, എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളെ ലോകം അംഗീകരിക്കും. അന്ന് ഈ ലോകം അവസാനിക്കും. അത് മനസ്സിലാക്കണം. വല്ല ചന്ദ്രനിലോട്ടോ ചൊവ്വയിലോട്ടോ കയറ്റി വിടും ഈ തള്ളച്ചീനെ. സ്വസ്ഥത കിട്ടട്ടെ ബാക്കിയുള്ളവർക്ക്. ഇനി നമുക്ക് അടുത്ത ഒരു ഊക്ക് കണ്ടിട്ട് വരാം. അൾട്ടിമേറ്റ് ഊക്കാണ്. ഊക്കോട് ഊക്കൽ. ആഹാ, എന്തൊരു മനസ്സുഖം. തള്ളെ, നീ മനസ്സിലാക്കണം, നിനക്ക് സൊസൈറ്റിയിലുള്ള വില നിനക്ക് നീ മാത്രമേ വില കൊടുക്കൂ. നീ ആദ്യം സൈക്കിൾ ചവിട്ടി, നീ ആദ്യം സുറുതാറിട്ട്, നീ ആദ്യം ഓട്ടോ ഓടിച്ച്, നീ ആദ്യം വിമാനം പറത്തി, നീ എന്ത് വേണോ ചെയ്തു. പക്ഷെ സമൂഹത്തിൽ നിനക്ക് പട്ടി വില മാത്രമേ ഉള്ളൂ. അത് നീ വേദനയോടെ അല്ലെങ്കിൽ നിനക്ക് സന്തോഷമാണെന്ന് എനിക്കറിയാം. നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അതിനേക്കാളും പുല്ലുവിലയാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഒരു അൾട്ടിമേറ്റ് ഊക്ക് കണ്ടിട്ട് വരാം. ഞാനൊരു വീഡിയോ ചെയ്തില്ലെങ്കിൽ ഞാൻ മരിക്കാൻ ഭേദം. ഞാൻ ആകെ ഈ മഞ്ജു പിള്ള എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ ആകെ കണ്ടിരിക്കുന്നത് 4 പ്രാവശ്യം. മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരിയിൽ പോയിട്ടുള്ള 4 വട്ടം. ആ 4 വട്ടം പോയിടത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടെ ഉള്ളവർക്ക് അവർ വെറും മഞ്ജു പിള്ള അല്ല, അവിടെ അവർക്ക് അമ്മയാ. മഞ്ജു ചേച്ചി എന്ന് വിളിക്കുന്ന ആ ഒരു വിളിയിലുണ്ട് സ്നേഹം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഈ വിളിക്കുന്ന ഈ കൊരച്ച, ഈ വൃത്തികെട്ട പിഴച്ച നാവ് കൊണ്ട്, എന്തുകൊണ്ട് പിഴച്ച നാവ് കൊണ്ട് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ പറയുന്നതിനപ്പുറം നിങ്ങൾ മുക്കി അപ്പിട്ടാ പോലും ദയാസുജിത്തിനെ പോലൊരു പെൺകുട്ടീനെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. അതേപോലത്തെ മോളെ കാണാൻ കിട്ടുമോ? കിട്ടില്ല നിങ്ങൾക്ക്. നിങ്ങളുടെ നാക്ക്, നിങ്ങളുടെ അത്രയും വൃത്തികെട്ട ആ നാക്ക്. നിങ്ങൾ എന്തൊരു സ്ത്രീയാണ് സ്ത്രീയെ? നിങ്ങൾ മനുഷ്യജന്മത്തിൽ പെട്ട ഒരുത്തിയല്ലേ? എന്തൊരു വൃത്തികെട്ട രീതിയിലുള്ള വർത്തമാനാണ് പറയണേ. ആ പെൺകുട്ടിയുടെ എന്താ പറയണേ, അവരൊരു ജോലിയാണ്, അല്ലെങ്കിൽ അവരൊരു പാഷനാണത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ചൊറിയും കുത്തി വെറുതെ കുടുംബത്തിന്റെ വാതിൽ അടച്ചിരുന്ന നാട്ടുകാരെ നെഞ്ചത്ത് കയറി ഇറങ്ങുക അല്ലെ? അങ്ങനെ തിത്തിത്താര പാടാനല്ലാതെ നിങ്ങളെ കൊണ്ട് എന്തിനാ കുട്ടിയെ കൂടെ നിങ്ങളെ കൊണ്ട് എന്താ നിങ്ങളെ കൊണ്ട് സാധിക്കാം? ഒരാളെ നെഞ്ചത്ത് കയറുക, ഇങ്ങോട്ട് ഇറങ്ങുക, എന്നിട്ട് അവരെ പറ്റി അങ്ങോട്ട് പറയാ ഇഷ്ടമായി ചേച്ചിക്ക്. വേറെ എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് ഒരു നല്ല വാക്ക്, നിങ്ങളുടെ ഈ വൃത്തി കെട്ട വായന ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് ഈ നാട്ടുകാർക്ക് കേൾക്കാൻ പറ്റും? ഇതേപോലുള്ളൊരു വൃത്തി കേട്ട ഒരു വ്ളോഗറെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ലൈഫില് മഞ്ജു ചേച്ചി ജമ്മാണ്. നിങ്ങൾക്ക് എന്ത് തേങ്ങ അറിയാം അവരെ പറ്റിയിട്ട്? പെൺമക്കളെ ഒറ്റയ്ക്ക് വളർത്തുന്ന അമ്മമാരെ സ്തുതിക്കണം. നിങ്ങൾ 7 ജന്മം അല്ലെങ്കിൽ ഒരു 100 ജന്മം കൂട്ടിയാൽ കൂടില്ല ദയാസുജിത്തിനെ പോലൊരു മോളെ നിങ്ങൾക്ക് പ്രസവിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ വൃത്തി കേട്ട നാക്കീന്ന് നിങ്ങൾക്ക് നാണമുണ്ടോ സ്ത്രീയെ? നിങ്ങൾക്ക് ലേശം ഉളുപ്പുണ്ടോ? ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ എന്ത് അധികാരത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഇതുണ്ടായിട്ടാ നിങ്ങൾ മഞ്ജു പിള്ള എന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്ത് നാണമുണ്ടോ? അവിടെ പിടിക്കും, ഇവിടെ പിടിക്കും, ഒഴുക്. എന്താ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണത്? നാട്ടുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പെൺമക്കളൊക്കെ നിങ്ങൾക്ക് കയറി എടുത്തു ഒടുക്കാനുള്ള പെൺമക്കളാണെന്നോ? നിങ്ങൾ എന്താ നിങ്ങളുടെ വിചാരം? ഇപ്പൊ ഈ സംസാരിച്ച വ്യക്തി ബമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളാണെന്ന് തോന്നുന്നു. എനിക്ക് അത്ര പരിചയമില്ല. പക്ഷേ മഞ്ജു പിള്ളയെയും ദയാസുജിത്തിനെയും അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് തോന്നുന്നു ഈ ലേഡി. അതാണ് അത്രയും നന്നായിട്ട്
തള്ളയെ നിങ്ങൾ എത്ര മുഖ്യ അപ്പിയിട്ടാലും ദയാ സുജിത്തിനെ പോലത്തെ ഒരു മകളെ നിങ്ങൾക്ക് കിട്ടൂല എന്നാണ് പറയുന്നത്. അത് അവർക്കൊരു മകളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു വീക്ഷണ കോണകത്തിൽ എന്ന് പറയാം, ഇവൾ ആദ്യം കൊണ്ടുപോയി ആ കൊച്ചിനെ വിൽക്കും. ഉറപ്പായിട്ടും ഈ തള്ള കൊണ്ടുപോയി വിൽക്കും. അതുകൊണ്ടാണ് ഇവർക്ക് പെൺകുട്ടികളെ കിട്ടാത്തത്. 2 ആൺപിള്ളേരായതുകൊണ്ട് അവന്മാരിന്ന് മാനമര്യാദയ്ക്ക് അവിടെ ഇരിക്കുന്നുണ്ട്. ഇവളെ കൊണ്ടുപോയി തൂക്കി കൊടുക്കണില്ല ആർക്കും. അങ്ങനെ പെൺപിള്ളേരായിരുന്നെങ്കിൽ ഇവൾ ഉറപ്പായിട്ടും, ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, നീ ഈ തള്ളച്ചിക്ക് ഞാൻ ഇങ്ങനത്തെ ഒരു ഒപ്പീനിയൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്നെ ഏറിൽ കെട്ടിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പം മഞ്ജു പിള്ളയെയും ദയാ സുജിത്തിനെയും അറിയുന്നവർ അവർ ഇങ്ങനെയേ സംസാരിക്കൂ. അപ്പം ഈ ഒരു റിപ്ലൈ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ മുക്കി അപ്പിയിട്ടാലും ഷാറൂഖ് ഖാനെ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂതല്ലേ, അത് ഓർമ്മ വേണം. ഇനി അടുത്ത് നമുക്ക് വേറൊരു റിയാക്ഷൻ കണ്ടിട്ട് വരാം. കുഴിച്ച് പോയി കഴിഞ്ഞാൽ മറുവശത്ത് ഈ തള്ളയുടെ വായിലായിരിക്കും നിങ്ങൾ ചെന്ന് പെടുന്നത്. അത്രയ്ക്ക് ഡേഞ്ചർ സാധനമാണിത്. ഫെമിനിസത്തിൽ PhD എടുത്ത 70കളിലെ വസന്തമായ ഒരു ബീവിച്ചിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അത് ആരാണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട ഒരു ആവശ്യം ഇന്ന് ഈ കേരളത്തിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സംഭവം എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം. കാലാകാലങ്ങളായിട്ട് രേണുസുതിയാണ് അവരുടെ കണ്ടന്റ്, മെയിൻ കണ്ടന്റ്. പെട്ടെന്ന് ആ കണ്ടന്റ് അങ്ങ് ബ്ലോക്കായി. ആ സമയത്താണ് വിഷമത്തോടെ നമ്മുടെ ബീവിച്ചി സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു ഫോട്ടോ കണ്ടത്. ആദ്യം കരുതി ഒരു ബോളിവുഡ് നടിയായിരിക്കുന്നു, പിന്നെ കരുതി ഹോളിവുഡ് നടിയായിരിക്കുന്നു. ഫോട്ടോയിൽ നിന്ന് കരുതി സ്ക്രോൾ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അവരെ പേര് ശ്രദ്ധിക്കുന്നത്. ദയാ സുജിത്ത്, നല്ല മലയാളിത്തമുള്ള പേര്. എന്നിട്ടാണ് ഇവളിങ്ങനെ നിൽക്കുന്നത്. അക്കൗണ്ടിലേക്ക് കയറി നോക്കിയപ്പോ എന്താ, മഞ്ജു പിള്ളയുടെ മകള്. ഇതിൽ കൂടുതൽ എന്ത് വേണം? ഇവിടെയാണ് നമ്മുടെ ബീവിച്ചിക്ക് ആ ബൾബ് കത്തുന്നത്. പിന്നീട് നടന്ന ചരിത്രങ്ങളൊന്നും ഞാൻ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് അത് കാണാം. പിന്നെ അവർ സംസാരിക്കുന്ന വീഡിയോ, ഓഡിയോ ഉൾപ്പെടെ ഇതിൽ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റുന്നില്ല. എന്റെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് മനസ്സിലാക്കണ്ടേ, നമ്മുടെ ബീവിച്ചിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. 5 ദിവസം മുന്നേ ദയാ സുജിത്തിന്റെ അക്കൗണ്ടിലേക്ക് കയറി ആ പോസ്റ്റ് കണ്ട് അത് റിയാക്ട് ചെയ്യണമെന്ന് ചിന്തിച്ച സമയം അവർ അറിഞ്ഞിരുന്നില്ല ആ കുട്ടി ആ പോസ്റ്റ് ചെയ്തത് മെയ് 2023 എന്നുള്ളത്. അതായത് ഏകദേശം 3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഈ പോസ്റ്റും ഈ റിയാക്ഷനും തമ്മിൽ. എന്നാലും സാരമില്ല, നമ്മുടെ ബീവിച്ചി 70കളിലാണ് ഫെമിനിസത്തിന് PhD എടുത്തത്. അപ്പൊ ഈ 3 വർഷത്തെ ഗ്യാപ്പ് ഒരു പ്രശ്നമേ അല്ല. ആളുകളൊക്കെ ഒരുപാട് വിമർശിക്കുന്നുണ്ട്, നമ്മുടെ ബീവിച്ചി മണ്ടബുദ്ധിയാണ്, കിഴങ്ങത്തിയാണ്, പൊട്ടത്തിയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വിമർശിക്കും. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചിന്തിക്കണം, 70കളിൽ പഠിപ്പിച്ച യഥാർത്ഥ ഫെമിനിസം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുക കൂടിയാണ് ആ ബീവി ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം, എന്നിട്ട് നിങ്ങൾ വിമർശിക്കണം. അതിലൊരു വേദനയോടെ മെൻഷൻ ചെയ്യുന്ന കാര്യമുണ്ട്. അടുക്കളയിൽ കിടന്ന് സാമ്പാറും പച്ചടിയും കിച്ചടിയും കൂട്ടി സദ്യയും വിളമ്പി വീട്ടുകാരെ നാട്ടുകാരെ എല്ലാം സമാധാനപ്പെടുത്തിയിട്ട് ഭർത്താവ് പെട്ടെന്ന് വന്ന് ഫുട്ബോൾ കളിക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും റെഡിയായിട്ട് നിൽക്കുന്ന ഒരു ഭാര്യയാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് എങ്ങനെ ഇത് വിമർശിക്കാൻ പറ്റുന്നത്? എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നത്, എന്റെ എല്ലാ പിന്തുണയും ഞാൻ ബീവിച്ചിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം ഇതുപോലുള്ള ശരിയായ ഫെമിനിസം ഈ നാട് മുഴുവനും പരത്തണം. എനിക്ക് 100% ഉറപ്പുണ്ട്, നമ്മുടെ ബീവിച്ചി ഒരിക്കലും ഹോളിവുഡ് ബോളിവുഡ് സിനിമകളൊന്നും കാണത്തില്ല, കാരണം അവരെ കൊണ്ട് കാണാൻ പറ്റത്തില്ല. ഈ സമൂഹത്തിലേക്ക് തെറ്റായ ഫെമിനിസം വാരി വിതറി എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരാണ്, ബീവിച്ചിയല്ല. വളരെ പക്വതയോടെയും മാന്യമായ രീതിയിലുമാണ് നിങ്ങളൊരു സ്ത്രീയെ വിമർശിച്ചത്. അതിലെനിക്കൊരു തെറ്റും പറയാനില്ല. പലരും ചിന്തിച്ചിട്ടുണ്ട് നിങ്ങളുടെ മോന്ത പിടിച്ച് റോഡിൽ വരയ്ക്കണം. എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടേ ഇല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എങ്ങനെയാണോ മാന്യമായി വിമർശിച്ചത് അതുപോലെയാണ് 4 ഭാഗത്തുനിന്നും വിട്ട് നിങ്ങൾ വിമർശിക്കുന്നത്. പിന്നെ എടുത്തു പറയുന്നത് നമ്മുടെ ബീവിച്ചിയുടെ ആരാധകരെ കുറിച്ചാണ്. ബീവിച്ചിയോളം ചേർത്ത് വെക്കാൻ പറ്റിയ അതേ നിലവാരം. കാരണം അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ബീവിച്ചിയെ താങ്ങി നിങ്ങൾ. ഇതും ഒരു ബോയുടെ റിയാക്ഷൻ ആയിരുന്നു. കൊള്ളാം. നമ്മുടെ ഫെമിനിസത്തിന്റെ ഒരു വശം കുഴിച്ചു പോയി കഴിഞ്ഞാൽ ചെന്ന് കയറുന്നത് ഈ തള്ളയുടെ വായിക്കാത്തോടാണ്. തള്ളയുടെ വായ എന്താ? സെപ്റ്റിക് ടാങ്ക്. എൻ്റെ അമ്മോ, സെപ്റ്റിക് ടാങ്ക് തള്ളച്ചിന്ന് ഇവരെ വിളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ. ഞാനിങ്ങനെ പറന്നു ഞാൻ എങ്ങോട്ടെങ്കിലും ചെന്ന് കയറും. അയ്യോ, എനിക്ക് ചിരിച്ച് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിയുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, മെന്റലി സ്ട്രെസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു ഡിപ്രഷൻ തന്നെ അങ്ങ് മാറിപ്പോവുകയാണ്. കാര്യം ഈ തള്ള ഇനി പോകാൻ ഒരു ഗ്രഹവും ഇല്ല. ബാക്കി എത്ര 9 ഗ്രഹങ്ങളുണ്ടായിരുന്നു, അതിന് പ്ലൂട്ടോയെ നമ്മൾ മാറ്റി. അതിൽ ബാക്കി 8 ഗ്രഹത്തിലും തള്ള പോയി. ഇനി പോകാൻ ഗ്രഹം ഇല്ല. അമ്മാതിരി ഊക്കാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന്. LKG കുട്ടി മുതൽ 90 വയസ്സായ അപ്പൂപ്പം വരെ ഊക്കുന്ന അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്. കേരളത്തിൽ ഇതുപോലെ ഊക്ക് കിട്ടിയത് ഇതിനു മുമ്പ് സത്യഭാമയ്ക്ക് മാത്രം. ഇതിലും വലിയ ഊക്ക് ഇനി സ്വപ്നങ്ങളിൽ മാത്രം. ഒരുപാട് പേര് ഇതുപോലെ ഇവരെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് കണ്ടാൽ ചിരിയും വരും, തലയെ പിടിച്ച് കിണറ്റിയിടാനും തോന്നും. അത്ര ആ രീതിയിലുള്ള ഊക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെനിക്ക് ഗാലറിയിൽ വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതിന് എനിക്ക് പരിമിതിയുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഇത് എന്തോ നമ്മളതിന് സ്റ്റോറേജ് ഇല്ല ഫോണിന്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞ ഒരു മണിക്കൂർ നീണ്ടൊരു ട്രോള് ഞാൻ ഇറക്കിയേനെ. പക്ഷേ ഇപ്പോൾ എനിക്ക് സ്റ്റോറേജിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട്, പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒരു സാറ്റിസ്ഫാക്ഷനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രോൾ എടുത്ത് ചെയ്തത്. ഉറക്കം ഒഴിഞ്ഞ് കുത്തിയിരുന്ന് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് തന്നെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയാലും പ്രശ്നമില്ല എന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇതൊരു സാധാരണക്കാരൻ്റെ മുതൽ അങ്ങേയറ്റം സെലിബ്രിറ്റീസിൻ്റെ വരെ മക്കളെ ബാധിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തെ മൊത്തം ബാധിച്ചിരിക്കുന്ന ഒരു പുഴുക്കുത്താണ്. ഈ പുഴുക്കുത്ത് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് തുടച്ചു നീക്കിയേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന ഡെഡിക്കേഷൻസ് ഞാൻ ചെയ്തിരിക്കും. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ഈ പുഴുക്കുത്തിൻ്റെ വീഡിയോ താല്പര്യത്തോടു കൂടി ചെയ്യുന്നതല്ല, നിവർത്തികേട് കൊണ്ട് ചെയ്യുന്നതാണ്. വേറൊരു വീഡിയോ ആയിട്ട് സന്ധിക്കും വരെ വണക്കം.
പറന്ന് എയറിൽ നടപ്പുണ്ട്. എവിടെ തുറന്നാലും ഇപ്പൊ ഇൻസ്റ്റയിൽ പുള്ളിക്കാത്ത വീഡിയോ മാത്രമാണ് വരുന്നത്. ഒരു ടൈറ്റ് പച്ചക്കുർത്ത, റെഡ് ലിപ്സ്റ്റിക്ക്, ചുണ്ടത്തച്ച ലിപ്സ്റ്റിക്ക് പുറന്നിട്ടാ തോന്നുന്നു, കുറെ പലരും വരുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ആക്ട്രസിനെ അവരുടെ മോളിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കോൺട്രവേഴ്സി വീഡിയോ ഉണ്ടാക്കാൻ വന്ന ചെറുതായിട്ട് ഒന്ന് പാളിയും തോന്നുന്നു. അവർക്കൊന്നും ആയില്ല, പക്ഷെ ചേച്ചിക്ക് എല്ലാമായി. ചേച്ചി ഫുൾ ഓൺ എയറിലാ. പുള്ളിക്കാരി ടാർഗറ്റ് ചെയ്തതും കോമഡിയാ. 3-4 വർഷം മുന്നേ ഉള്ള ഒരു ഫാഷൻ ഷൂട്ടിന്റെ, ഒരു തീംഡ് ഫോട്ടോഷൂട്ടിന്റെ ഫോട്ടോ വെച്ചിട്ടാണ് പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ ഒരു ബന്ധമില്ല. വെളിയും വെള്ളിയാഴ്ചയില്ല, വൃത്തിയേടിന്റെ അങ്ങേയറ്റം. ഒരുമാതിരി കക്കൂസ് കൂടി കൊണ്ട് നമ്മൾ കൈയിട്ട പോലെയാണ് പുള്ളിക്കാരുടെ വായി നടക്കുന്ന ഓരോ ഡയലോഗും. ഒന്നാമത്തെ കാര്യം, അങ്ങനത്തെ ഡ്രസ്സുകൾ ഫോട്ടോഷൂട്ട്, ഫാഷൻ ഷോ, ഇങ്ങനത്തെ കാര്യത്തിന് വേണ്ടി ഉള്ള ചേച്ചി. അല്ലാതെ അതിട്ടുകൊണ്ട് നമ്മൾ പച്ചക്കറി വാങ്ങാൻ പോകത്തില്ല, അതിട്ടുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോകത്തില്ല, അതിട്ടുകൊണ്ട് നമ്മൾ ബസ്സിൽ കയറി എവിടെയും ട്രാവൽ ചെയ്യാൻ പോകത്തില്ല. ഇത് മനസ്സിലാക്കാനുള്ള ബോധവും വിവരവും എനിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും. അതും ഇനിയും ചേച്ചി ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് വീട്ടുകാരെല്ലാം കാണിച്ചപ്പോഴത്തേനും വീട്ടുകാർ വന്ന ഡയലോഗ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ചേച്ചി അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. കാരണം ഇത്രയും ടൈറ്റായ ഡ്രസ്സിന്റെ മേലെ ഒരു ഷോള് പോലും ഇടാത്ത ആള് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ വീട്ടിൽ ഭിത്തിയെ കൂടെ പല്ലിയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ചേച്ചി അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാൽ ആ പല്ലിക്ക് അത് കാണാനുള്ള ത്രാണിയില്ലാതെ താഴെ വീണ് തലതില്ലി ചാവും അത്. എന്നാലും നിങ്ങളുടെ വൈറൽ കണ്ടന്റ് ഭയങ്കര അധികം വൈറലായിപ്പോയി. നിങ്ങളെ വൈറലായിപ്പോയി.